ഞാൻ ചെയ്ത കുറ്റം കൊണ്ടാണോ ഞാൻ അനാഥനായത്? ഞാൻ ചെയ്ത കുറ്റം കൊണ്ടാണോ ഈ സമൂഹത്തില് ഞാൻ അപഹസിക്കപ്പെട്ടത്? ഇന്നുവരെ എന്നെ സ്നേഹിക്കുന്നവർക്ക് നല്ലത് വരണം എന്ന് മാത്രം ഓർത്ത് ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ പലപ്പോഴും എന്റെ നേരെയുള്ള ചോദ്യങ്ങളായി വന്നിട്ടുള്ളൂ. അതെല്ലാം ഞാൻ സഹിച്ചു. പക്ഷെ ഇത് എന്റെ മുന്നിൽ നിന്ന് കരഞ്ഞ കൃഷ്ണേട്ടന്റെ ആ വാക്കുകൾ കേൾക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എനിക്ക് ശരി തെറ്റുകൾ ചിന്തിക്കാനോ അതിനുള്ള വരും വരായികൾ ഓർത്തെടുക്കാനുള്ള സമയം എന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അനക്കെ ഭാര്യയുടെ അവസാനാഗ്രഹം പറഞ്ഞ് കരയുന്ന ആ മനുഷ്യൻ അയാളുടെ സ്വന്തം മകന്റെ വിവാഹം മുടങ്ങരുതെന്ന് കരഞ്ഞു പറഞ്ഞപ്പോ അതിന് കൂട്ടു നിൽക്കാനേ എനിക്കപ്പോ കഴിഞ്ഞുള്ളൂ. വിവേക് കാണിച്ച മനസ്സിന്റെ നേരെല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ കൃഷ്ണേട്ടനാ. അങ്ങനെ തീർത്തും കുറ്റപ്പെടുത്താൻ അനക്കെ. കല്യാണം നടക്കട്ടെ എന്നുള്ള ഒരു സദുദ്ദേശം കൃഷ്ണേട്ടനുണ്ടായിരുന്നു. അത് ശരിയാണെന്ന് തോന്നിയപ്പോഴാണ് ഞാനും കൂട്ടുന്നത്. എന്ത് ന്യായം പറഞ്ഞാലും മരണവിവരം അറിയായിരുന്നെങ്കിൽ അത് അഭിയേട്ടനോടെങ്കിലും പറയായിരുന്നു വിവേകേട്ടന്. കാര്യം മരിച്ചു കിടക്കുന്നത് അഭിയേട്ടന്റെ അമ്മയാ. പറഞ്ഞാൽ കല്യാണം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു ദുരന്തത്തിന് മുകളിൽ വേറൊരു ദുരന്തമാവില്ലേ? ഇതിലെല്ലാം ഒരു ന്യായമുണ്ടെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് വാദിക്കാം. അതിനപ്പുറം ഒരു മരണം മറച്ചു വെച്ചാ അത് തെറ്റ് തന്നെയല്ലേ? പറ്റിപ്പോയി, സംഭവിച്ചു പോയി. കൃഷ്ണേട്ടൻ പറഞ്ഞപ്പോ അതാണ് ശരിയെന്ന് എനിക്കും തോന്നിപ്പോയി. അത് തെറ്റാണെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാം. അത് ക്ഷമ പറഞ്ഞ് കാല് പിടിക്കാം. അതീ കൂടുതൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? വിവേകെ, തൽക്കാലം ഒന്നും ചെയ്യണ്ട. എനിക്ക് മനസ്സിലായി വിവേകിന്റെ സത്യസന്ധത. അത് മറ്റുള്ളവർ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തെന്ന് വരും. അതുവരെ ക്ഷമിച്ച് കാത്തിരിക്കാം. എത്രയും പെട്ടെന്ന് അഭിയേട്ടന്റെ വീട്ടിലെത്തണം. അത് മാത്രമാ പ്രധാനം. എനിക്ക് വരണമെന്നുണ്ട്. എനിക്ക് അവസാനമായിട്ട് അഭിയേട്ടന്റെ അമ്മയൊന്ന് കാണണമെന്നുണ്ട്. അതൊരിക്കലും നടക്കില്ല വിവേകെ. ഇനിയും അഭിയേട്ടൻ വിവേകിനെ ആ വീട്ടിലേക്ക് കയറ്റില്ല. എനിക്കറിയാം, പ്രതീക്ഷയില്ല. എന്നാലും ഒന്ന് പറഞ്ഞു നോക്കാനൊക്കെ. മരണമല്ലേ, അതൊരു അവസാന യാത്രയല്ലേ? യാത്ര അയക്കാൻ കൂടെ നിൽക്കുന്നത് ഒരു പുണ്യമല്ലേ?